നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചേർത്തല മാക്കേക്കടവിൽ വാഹനാപകടം. കാറുകൾ കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു. 5 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. തിരഞ്ഞെടുപ്പിന് 15 ദിനരാത്രങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ മത്സരയോട്ടത്തിലാണ് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥികൾ. ആരിഫും KC വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും മണ്ഡലത്തിൽ ഓടി നടന്ന പ്രചരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. വിഷുക്കാലത്തെ വരവേറ്റുകൊണ്ട് കരപ്പുറത്തെ പാടശേഖരങ്ങളിൽ കണിവെള്ളരികൾ വിളവെടുത്തു തുടങ്ങി. കരപ്പുറത്തെ ചൊരിമണലിൽ വിളവെടുത്തത് നിരവധി കണിവെള്ളരികൾ. BJPയുടെ ജനാധിപത്യ വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച് ഈ മാസം 12-ന് പ്രതിപക്ഷ പാർട്ടികളുടെ ബഹുജന പ്രക്ഷോഭങ്ങളും പൊതുസമ്മേളനവും ആലപ്പുഴയിൽ സംഘടിപ്പിക്കുമെന്ന് പാർട്ടി ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ചേർത്തല മാക്കേക്കടവിൽ വാഹനാപകടം. കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. 5 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. ഹരിപ്പാട് മണ്ണാറശാല പുന്നൂർ മഠത്തിൽ കളത്തിൽ വീട് ശങ്കരനാരായണ പണിക്കരുടെ മകൻ 36 വയസ്സുള്ള ശ്രീജിത്താണ് മരിച്ചത്. ശ്രീജിത്തിൻ്റെ മാതാവ് ശ്യാമള, ഭാര്യ അഭിജ, 1 വയസ്സുള്ള ശ്രേഷ്ഠ, മറ്റ് കാർ ഓടിച്ചിരുന്ന യുവതിക്കുമാണ് പരിക്കേറ്റത്. ശ്യാമളയുടെ നില ഗുരുതരം. വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. ഗുരുവായൂരിൽ പോയി മണ്ണാറശാലയിലേക്ക് മടങ്ങുമ്പോൾ മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. 7 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ സ്പോട്ടിലേക്ക് നനയ്ക്കാനായിട്ട് പോകുമ്പോഴത്തേക്കാണ് ഇത് കണ്ടത്. അപ്പോൾ ഒരു ആംബുലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു പ്രായമുള്ള സ്ത്രീയെ ആക്സിഡൻറ്റ് ഇത്തിരി സീരിയസ് ആണെന്ന് തോന്നുന്നു കയറ്റിക്കൊണ്ടുവന്ന് 2 ലേഡീസും ഉണ്ട്, ഒരു കുട്ടിയുണ്ട്. അവരും അതിൻ്റെ കൂടെ അവർക്കൊന്നും ഒരു കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ വന്ന് ഡ്രൈവറെ നോക്കുമ്പോഴത്തേക്കും പൾസില്ല. പിന്നെ കണ്ണിലേക്ക് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ റെറ്റിന് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഡെത്തായിട്ടുണ്ടെന്നുള്ള മനസ്സിലായി. അപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് പുറകെ പോലീസ് വന്ന് ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഒരു ഫയർഫോഴ്സ് വന്നിട്ട് വെട്ടിപ്പൊളിച്ച് ഇതെടുത്തായിരുന്നു. കാറിൽ ഭയങ്കര ജാമായിട്ടിരിക്കുക. അതൊക്കെ നല്ല ഭയങ്കരമായൊരു സ്ട്രോങ് ഇടി തന്നെയാണ്. സ്ട്രെയിറ്റ് ഇടിച്ചിട്ടുണ്ട്. ഉറങ്ങിപ്പോയതാണോ എന്നൊരു സംശയമുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ 2 കാറുകളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു. നാട്ടുകാർ ചേർന്ന് പരിക്കേറ്റവരെ പുറത്തെടുത്തു. ഉടൻ പൂച്ചാക്കൽ പോലീസും എത്തി. ഡ്രൈവിംഗ് സീറ്റിൽ കുടുങ്ങിപ്പോയ ശ്രീജിത്തിനെ ഫയർഫോഴ്സ് എത്തി കാറിൻ്റെ ഒരു ഭാഗം പൊളിച്ചാണ് പുറത്തെടുത്തത്. ശ്രീജിത്ത് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. കൊച്ചിൻ റിഫൈനറി ജീവനക്കാരനാണ് ശ്രീജിത്ത്. മൃതദേഹം അരൂക്കുറ്റി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. പൂച്ചാക്കൽ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. തിരഞ്ഞെടുപ്പിന് 15 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തിരഞ്ഞെടുപ്പ് പ്രചരണ ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ആരിഫും KC വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും ഓടി നടന്ന പ്രചരണ പരിപാടികൾ തുടരുകയാണ്. പൊതു തിരഞ്ഞെടുപ്പിന് 15 ദിനരാത്രങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ മത്സര ഓട്ടത്തിലാണ് ജില്ലയിലെ സ്ഥാനാർത്ഥികൾ. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AM ആരിഫും UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലും NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും അംഗക്കളത്തിൽ ഓടി നടന്ന പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. പെരുന്നാൾ കടന്നു വന്നതോടെ ഈദ്ഗാഹുകളിലും സ്ഥാനാർത്ഥികളെത്തി. ഉത്സവപ്പറമ്പുകളിലും പള്ളികളിലും പൊതു ചടങ്ങുകളിലും സജീവ സാന്നിധ്യമായി പ്രധാന സ്ഥാനാർത്ഥികൾ. ജില്ലയുടെ വിവിധ മേഖലകളിൽ ശക്തമായ ഓട്ടപ്രദക്ഷിണമാണ് നടത്തുന്നത്. ഇതിനിടയിൽ പ്രചാരണം കൊഴുപ്പിക്കാൻ സംസ്ഥാന ദേശീയ നേതാക്കളും രംഗത്ത് എത്തുന്നുണ്ട്. ഇക്കുറി സിനിമാ താരങ്ങളുടെ പ്രചാരണ പരിപാടികൾ പല സ്ഥലങ്ങളിലും കാണാനുമില്ല. ഗൗരവമേറിയ വിഷയങ്ങളെക്കുറിച്ചാണ് പ്രധാന സ്ഥാനാർത്ഥികൾ എല്ലാം തന്നെ ചർച്ച ചെയ്യുന്നത്. 15 നാൾ പിന്നിടുമ്പോൾ വോട്ടുപെട്ടിയിൽ വീഴുന്ന വോട്ടുകൾക്കായി അക്ഷീണം പ്രയത്നത്തിലാണ് സ്ഥാനാർത്ഥികൾ. ടൈനോസ്, ആലപ്പുഴ. വിഷുക്കാലത്തെ വരവേറ്റുകൊണ്ട് കരപ്പുറത്തെ പാടശേഖരങ്ങളിലെ ചൊരിമണലിൽ കണിവെള്ളരികൾ വിളവെടുത്തു തുടങ്ങി. വിഷുക്കാലമായതോടെ കരപ്പുറത്തെ പാടശേഖരങ്ങൾ കണിവെള്ളരിയാൽ സമൃദ്ധമായിരിക്കുകയാണ്. കൊയ്തൊഴിഞ്ഞ നെൽപ്പാടത്തും മണൽ കലർന്ന മണ്ണുള്ള പാടങ്ങളിലുമെല്ലാം നന്നായി വിളയുന്ന വിളയാണ് കണിവെള്ളരി. വിഷുവിനോടടുത്തുള്ള മാസങ്ങളിൽ വിപണിയിൽ ഏറ്റവും വിലയുള്ള വിള കൂടിയാണിവ. അടുക്കളയിലെ കാര്യക്കാരൻ പൂജയ്ക്ക് വിശിഷ്ടമാകുന്ന അവസരമാണ് വിഷു.
ഏപ്രിൽ മാസത്തിൽ വിഷുവിന് പുറമെ വേനൽ ചൂടിൽ നിന്ന് ആശ്വാസം നൽകാനും കണിവെള്ളരി വ്യാപകമായി പണ്ട് മുതലേ ഉപയോഗിക്കുന്നുണ്ട്. വൈറ്റമിൻ എ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മാംഗനീസ് തുടങ്ങിയ ധാരാളം പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ വേനൽക്കാലത്ത് സലാഡും മറ്റും തയ്യാറാക്കാൻ വെള്ളരി വളരെയധികം ഉപയോഗിക്കുന്നു. ഇവ ശരീരത്തിന് മികച്ച പ്രതിരോധശേഷി നൽകുന്നുവെന്നതും ആരോഗ്യം തരുന്നുവെന്നതും കണിവെള്ളരിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. കണിവെള്ളരിയുടെ വിളവെടുപ്പ് നടന്നിട്ടിരിക്കുകയാണ്. ഏകദേശം 10,000 കിലോയ്ക്ക് മുകളിൽ കണിവെള്ളരിയാണ് ഇപ്പോൾ നിലവിൽ വിളവെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ആലപ്പുഴയിലേക്ക് നമ്മളിപ്പോൾ കയറ്റി വിടുകയാണ്. ഏറ്റവും കണ്ട കണിവെള്ളയുടെ കളർ നോക്കിയാൽ ഏറ്റവും നല്ല 1 കിലോ ഉള്ള നല്ല ലക്ഷണമൊത്ത വെള്ളരിയാണ് കണിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ 2 ടൈപ്പ് വെള്ളരിയാണ് ഉപയോഗിക്കുന്നത്. ബോളായിട്ടുണ്ട്, ഇങ്ങനെ ലെങ്തി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഉണ്ട്. അതുപോലെ നല്ല വെള്ളമാണ് ഇത്ര കിട്ടിയത്. കാരണം വെച്ചാൽ നല്ല ക്ലൈമറ്റ് നല്ലായിരുന്നു. ഇടമഴ കിട്ടി, ഇടയ്ക്കൊരു മഴ കിട്ടുമ്പോൾ കൂടുതൽ വെള്ളമാണ് കിട്ടിയത്. മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ വില ഇച്ചിരി കൂടുതലാണ് കിട്ടിയത്. മത്തനായാലും കഴിഞ്ഞ വർഷക്കാലം ഒരുപാട് ഡിമാൻഡുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷിക്കാരെല്ലാം ഹാപ്പിയാണ്. കേരളത്തിൽ നല്ല രീതിയിലുള്ള കൃഷിയാണ് നടന്നിരിക്കുന്നത്. മാത്രമല്ല പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള കൃഷിയൊക്കെ പ്രധാനമായിട്ടും വിഷുവിനാലും ഓണത്തിനാലൊക്കെ ഫോക്കസ് ചെയ്യുന്നത് മറ്റുള്ള സ്റ്റേറ്റാണ്. മലയാളികളും ഇങ്ങനത്തെ ട്രെൻഡിലേക്ക് വന്നത് കേരളത്തിലെ വലിയൊരു ശുഭ സൂചന തന്നെയാണ്. സ്വർണ്ണ നിറത്തിൽ കാണപ്പെടുന്ന വെള്ളരിയെയാണ് കണിവെള്ളരി എന്ന് വിശേഷിപ്പിക്കുന്നത്. പൊള്ളുന്ന വിലയിൽ കണിവെള്ളരി വാങ്ങാതെ നമ്മുടെ പറമ്പിലോ പാടത്തോ തന്നെ വെള്ളരി കൃഷി ചെയ്യുന്നതാണ് കരപ്പുറത്തെ രീതി. അത്യാവശ്യം വലിയ രീതിയിലാണ് കൃഷിയെങ്കിൽ ഏപ്രിൽ മാസങ്ങളിൽ വിറ്റഴിച്ച് ലാഭം നേടാനുമാകും. കണിവെള്ളരി മാത്രമല്ല, കറിവെള്ളരിയുടെയും പച്ചയ്ക്ക് കഴിക്കാവുന്ന സാലഡ് വെള്ളരിയുടെയും അച്ചാറിടാൻ പേര് കേട്ട ഗർഗിൻസിൻ്റെയും മധുരവെള്ളരി, മസ്ക് മെലനിൻ്റെയും പൊട്ടുവെള്ളരിയുടെയും ഒക്കെ കൃഷിക്കാലം കൂടിയാണ് ഫെബ്രുവരി അവസാനം മുതൽ മാർച്ച് ഏപ്രിൽ വരെയുള്ള കാലയളവ്. ടൈം ന്യൂസ്, ആലപ്പുഴ. ബി.ജെ.പിയുടെ ജനാധിപത്യ വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ മാസം ഏപ്രിൽ 12-ന് ആലപ്പുഴയിൽ ബഹുജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ആം ആദ്മി പാർട്ടി ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആം ആദ്മി പാർട്ടി രാജ്യവ്യാപകമായിട്ട് നടത്തുന്ന ബി.ജെ.പിക്ക് വോട്ടില്ല എന്ന പ്രചാരണ പരിപാടിയുടെ കേരളത്തിലെ ഉദ്ഘാടനം നാളെ 4 മണിക്ക് ആലപ്പുഴ ജോസ് ആലുക്കാസിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയാണ്. അതോടനുബന്ധിച്ചാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ അമ്മയാണ് എന്നാണ് പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി പറഞ്ഞത്. പക്ഷേ ഇന്ത്യയിലെ ഇന്നത്തെ ജനാധിപത്യത്തിൻ്റെ അവസ്ഥ ഏറ്റവും പരിതാപകരമായ നിലയിലാണ്. ഒരു 80% ഏകാധിപത്യം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. ഏകദേശം ഒരു 2024 പാർലമെൻറ്റ് ഇലക്ഷൻ്റെ റിസൾട്ടിനോട് അനുബന്ധിച്ചാണ് ഇനി ഇന്ത്യയുടെ ഭാവി നിലനിൽക്കുന്നത്. ജനാധിപത്യം പൂർണ്ണമായും ഇല്ലാതാകുന്നതിന് മുമ്പ് അതിനെതിരെ ശബ്ദിക്കണം, അതിനെതിരെ പ്രതികരിക്കണം എന്നുള്ള ആം ആദ്മി പാർട്ടിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രചരണ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയായി മോദി സർക്കാർ നടത്തുന്ന പ്രതിപക്ഷ വേട്ടയാടലിന്റെ ഭാഗമായി ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഇഡിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. മറ്റു പ്രതിപക്ഷ പാർട്ടികളെയും പലതരത്തിൽ വേട്ടയാടുന്നു. ഇത്തരം ജനാധിപത്യ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി ഏപ്രിൽ 12-ന് 3:30 ആലപ്പുഴ ജോസ് ആലുക്കാസ് ഗ്രൗണ്ടിൽ പ്രതിഷേധിക്കുന്നത്. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് രമേശ് പാണ്ഡിശ്ശേരി അധ്യക്ഷനാകും. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനത്തിന് ശേഷം നഗരം ചുറ്റി പ്രകടനവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാന സെക്രട്ടറി നവീൻ ജി നാദമണി, രമേശൻ പാണ്ഡിശ്ശേരി, ഷിനു ജോർജ്, കരുൺ, പ്രമോദ് കുമാർ, അച്യുതൻ, ഷാജഹാൻ, എം ജെയ്സൺ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈനൂസ്, ആലപ്പുഴ. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AM ആരിഫിന് വയലാറിൽ സ്വീകരണം നൽകി. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AM ആരിഫിന് വയലാറിൽ സ്വീകരണം നൽകി. വയലാറിലെത്തിയ ആരിഫിനെ തെയ്യം തിരുവാതിരയുടെ അകമ്പടിയോടെയാണ് പ്രവർത്തകർ എതിരേറ്റത്. കേരളത്തിന് വേണ്ടി ചോദിക്കാനും കേരളത്തിന് വേണ്ടി പറയാനും ഇന്ത്യൻ പാർലമെന്റിൽ എനിക്കൊരവസരം കൂടി തരണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെന്നെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, സഹായിക്കണം. നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം ഒരു വലിയ ലേഖയായി നിങ്ങളുടെ കൈവശത്തേക്ക് അടിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളതെല്ലാം ഒന്ന് വായിച്ചു നോക്കണം. തീരദേശ റെയിൽവേ പാത ഇരട്ടിപ്പിക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് 40 വർഷമായി. 2 ലൈനാക്കണം. 40 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇതാ 2660 കോടി രൂപ അനുവദിപ്പിച്ച് തീരദേശ പാത, റെയിൽവേ പാത ഇരട്ടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അഭിമാനകരമായ നേട്ടമാണ്. ഞാൻ വരുന്നതിന് മുമ്പ് 2 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്യാമായിരുന്നതാണ് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ്. എന്നാൽ കുതിരപ്പന്തി, മാളികമുക്ക് എന്നീ സ്ഥലങ്ങളിലെ റെയിൽവേ
മേൽപ്പാലങ്ങൾ യഥാസമയം നിർമ്മിച്ചു നൽകാൻ അന്നത്തെ MP മുൻകൈ എടുത്തില്ല. അത് ആലപ്പുഴക്കാരനായി ഞാൻ ചെയ്യണമെന്നായിരിക്കണം ചരിത്ര നിയോഗം. അത് ചെയ്തു. ആലപ്പുഴ ബൈപ്പാസ് തുറന്നു കൊടുത്തു. ആലപ്പുഴ കായംകുളം റെയിൽവേ സ്റ്റേഷനുകളെല്ലാം 8.5 കോടി രൂപ മുടക്കി നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 കോടി രൂപ മുടക്കിയാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ പൂർത്തീകരിച്ച് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ സദാനന്ദൻ അധ്യക്ഷനായി. NS ശിവപ്രസാദ്, നടൻ ചേർത്തല ജയൻ, VG മോഹനൻ, MG നായർ, SV ബാബു, S രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് M സന്തോഷ് കുമാർ, TL അയ്യപ്പൻ, PK സജിമോൻ, TP ഉദയപ്പൻ തുടങ്ങി വിവിധ നേതാക്കൾ സംസാരിച്ചു. ഞാൻ കുറച്ചുകൂടെ പറയുകയുണ്ടായി. കാരണം ചെങ്ങന്നൂരും ഈ ആലുവയിലും ഒക്കെ വെള്ളപ്പൊക്കം നടന്നപ്പോൾ നമ്മൾ കുറേ പേര് നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ യുവജന പ്രസ്ഥാനങ്ങളുടെ തലപ്പത്ത് നിൽക്കുന്ന AYFന്റെയും DYFന്റെയും തലപ്പത്തുള്ള സഖാക്കളെല്ലാം അവിടെ ഓടി നടന്ന് പ്രവർത്തിച്ചതാണ്. ഇന്നിപ്പോ മാവേലിക്കരയിലെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള അരുൺകുമാർ, തൃശ്ശൂർ കാൻഡിഡേറ്റ് ആയിട്ടുള്ള സുനിൽകുമാർ, ഇവിടുത്തെ ആരിഫ്, എല്ലാവരുടെയും ഈ വെള്ള വസ്ത്രങ്ങളൊക്കെ മാറ്റി വെച്ച് കൈലിയും ഉടുത്ത് ടീഷർട്ടും ഇട്ട് കയ്യില് ഗ്ലവും ഇട്ട് ഷൂസും ബൂട്ട്സും ഇട്ട് ജനങ്ങളെ രക്ഷിക്കാൻ ഓടി നടന്ന് വെള്ളത്തിൽ അവനവന്റെ ജീവൻ പണയം വെച്ച് കഷ്ടപ്പെട്ട സഖാക്കളല്ലേ ഇന്ന് നമ്മളെ നയിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള ആൾക്കാർ. ടൈനോസ് ചേർത്തല. നെൽകർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ മാസം 12-ന് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ SBI റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 3 വർഷക്കാലമായി നെൽകർഷകർ അനുഭവിച്ചു വന്ന ദുരിതങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് 2023 മെയ് മാസം 14-ാം തീയതി ആലോചനാ യോഗം കൂടി നെൽകർഷക സംരക്ഷണ സമിതി രൂപീകരിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം പ്രത്യക്ഷത്തിലുള്ള 30 സമര പരിപാടികളാണ് നെൽകർഷക സംരക്ഷണ സമിതി സംഘടിപ്പിച്ച് സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ശ്രദ്ധയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. കഴിഞ്ഞ സീസണിൽ 6 മാസത്തോളം ഞങ്ങൾ കാത്തിരുന്നതിന് ശേഷമാണ് നെല്ലിൻ്റെ വില ഞങ്ങൾക്ക് ലഭ്യമായത്. വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ നെൽകർഷകർ കടന്നുപോയത്. നെൽകർഷക സംരക്ഷണ സമിതി പ്രതിനിധാനം ചെയ്യുന്നത് വിശാല കുട്ടനാട്ടിലെ, പ്രത്യേകിച്ച് ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളിലെ നെൽകർഷക സമൂഹത്തെയാണ്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന MSPയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് നെല്ല് സംഭരണം നടക്കുന്നത്. അതുകൂടാതെ നമ്മുടെ സംസ്ഥാനത്തെ നെല്ലിന്റെ ഉൽപാദന ചെലവ് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. ഏകദേശം ഇരട്ടിയിലധികം വരും. അതിന്റെ അടിസ്ഥാനത്തിൽ നെല്ല് സംഭരണം തുടങ്ങിയ കാലത്ത്, അതായത് 2005-6 കാലഘട്ടത്തിൽ കേന്ദ്രം തരുന്ന MSP കൂടാതെ സംസ്ഥാന ഗവൺമെന്റ് ഉൽപാദന ചെലവിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് കൂടി തരുന്നുണ്ടായിരുന്നു. അതിനൊരു കാരണം കൂടിയുണ്ട്. ഉൽപാദന ചെലവ് കൂടാതെ കേന്ദ്ര പൂളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഭക്ഷ്യധാന്യങ്ങൾ, പൊതുവിതരണ സംവിധാനത്തിലൂടെ വിതരണം ചെയ്തിരുന്ന ഭക്ഷ്യധാന്യങ്ങൾ, അതിൽ അരി എന്ന് പറയുന്നത് പച്ചരിയും ചാക്കരിയുമായിരുന്നു. അതിൻ്റെ ഗുണനിലവാരം നമ്മുടെ പ്രാദേശിക വിപണിയിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പുന്നെല്ലിൻ്റെ അത്രയും വരില്ല. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലുള്ള നെൽകർഷകരുടെ പങ്കാളിത്തത്തോടെയാണ് SBIയുടെ റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തുക. NKSS പ്രസിഡന്റ് റജീന അഷ്റഫ് അധ്യക്ഷനാകും. രക്ഷാധികാരി VJ ലാലി ഉദ്ഘാടനം ചെയ്യും. NKSS കോർഡിനേറ്റർ ജോസ് കാവനാട്, NKSS ജനറൽ സെക്രട്ടറി ജോണിച്ചൻ പുളിങ്കുന്ന്, R സതീശൻ, രാധാകൃഷ്ണപിള്ള, ലാലിച്ചൻ പള്ളിവാതുക്കൽ, കാർത്തികേയൻ കൈനഗരി, ജോഷി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈനോസ് ആലപ്പുഴ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് പിന്തുണയുമായി ദളിത് ഫ്രണ്ട് ഓഫ് ഇന്ത്യ രംഗത്ത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയെ ഒരു മുന്നണിയെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായി പാർലമെൻറ്റ് കമ്മിറ്റി തീരുമാനമെടുക്കുകയും സംസ്ഥാന കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദളിത് ഫ്രണ്ട് DFI ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ ശോഭാ സുരേന്ദ്രന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ശോഭാ സുരേന്ദ്രന് പിന്തുണ പ്രഖ്യാപിച്ച്
ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഹരിപ്പാട് ചേർന്ന മഹാസമ്മേളനത്തിൽ 256 അംഗ കമ്മിറ്റികളെ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ ഈ പത്രസമ്മേളനം. ദളിത് ആദിവാസി വിഭാഗങ്ങളുടെയും പാവപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് പിന്തുണ നൽകി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതായി ദളിത് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഹരിപ്പാട് ചേർന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ തീരുമാനിച്ചു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് IK ബാബു, ദളിത് ഫ്രണ്ട് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് രവീന്ദ്രൻ കൊച്ചുതറ, സംസ്ഥാന സെക്രട്ടറി KO വർഗീസ്, മോഹനൻ തെങ്ങനോടി, ബിജിമോൾ, മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇതുകൂടാതെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ലോക്സഭാ മണ്ഡലത്തിൽ 256 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തതായും ദളിത് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. JCI ചേർത്തല സെൻട്രലിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന പ്രസംഗ പരിശീലന നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1949 മുതൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്ന JCI ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ എന്നുള്ള സംഘടന വരുന്ന ഓഗസ്റ്റ് 13-ാം തീയതി സെക്കൻഡ് സാറ്റർഡേ EPS എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തുകയാണ്. EPS എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ്. നമ്മുടെ ട്രെയിനിങ് ലാഡറിലെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള EPS ഒരു പരിശീലകനെ സംബന്ധിച്ചിടത്തോളം അവൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഒരു സ്റ്റേജ് ഫിയർ ആണെങ്കിലും പൊതുസമൂഹത്തിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് നമുക്കറിയാം. ഏറ്റവും വലിയൊരു പേടി എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് ഫിയർ ആണ് ആരെയും സംബന്ധിച്ച്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ജൂനിയർ ചേംബർ ചേർത്തല സെൻട്രലിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പ്രോഗ്രാം, 1 ഡേ പ്രോഗ്രാമാണ് എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ്. അതിന് നേതൃത്വം നൽകുന്നത് ഓഡിറ്റ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ വിനോദ് ശ്രീധർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് ഹൈസ്കൂളിന് മേലിലുള്ള ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാവുന്ന രീതിയിലാണ് ഈ ഫസ്റ്റ് ട്രെയിനിങ് ലാഡറിൻ്റെ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും നമ്മൾ ക്ഷണിക്കുകയാണ്. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ മാറ്റി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉള്ള പ്രോഗ്രാമാണ് ഈ EPS എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 13-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ചേർത്തല ടൗൺ റോട്ടറി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ രവി പുരസ്കാര ജേതാവും ഭാരത സർക്കാർ NIRD ആൻഡ് PR മാസ്റ്റർ റിസോഴ്സ് പേഴ്സണും കേരള സംസ്ഥാന ഓഡിറ്റ് വിഭാഗം സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടറും പ്രശസ്ത പരിശീലകനുമായ വിനോദ് ശ്രീധരന്റെ നേതൃത്വത്തിലാണ് വ്യക്തിത്വ വികസനവും നേതൃത്വ വികസനവും എന്ന പരിപാടി നടക്കുക. ഈ പരിപാടിയിൽ പ്രായഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ് എന്നും JCI ചേർത്തല സെൻട്രൽ പ്രസിഡന്റ് ഐസക് വർഗീസ്, IPP ജോസി തോമസ്, സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസ് കിളിയന്തറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊക്കോതമംഗലം ഹരിത ഫാമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കിസാൻ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ക്യാമ്പ് സംഘടിപ്പിച്ചു. വാരനാട് കവലയ്ക്ക് സമീപമായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K സത്യപ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൃഷിയെക്കുറിച്ച് ചോദിച്ചാൽ ഓരോരുത്തരും ഓരോ അഭിപ്രായമായിരിക്കുന്നത്. പലരും വരുമാനമാർഗമാകാം, സമയം നമ്മളൊരു വിശ്രമവേളയിൽ വിനോദപ്പെടുത്തിയാകാം. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. ചിലത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നവരുണ്ട്. വാരനാട് SBI മാനേജർ CH നിർമ്മൽ പദ്ധതി വിശദീകരണം നടത്തി. ഹരിതം പ്രസിഡന്റ് N സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KR മോഹൻദാസ്, J സരോജിനിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യ കോഫി ബോർഡ് തൊഴിലാളി സഹകരണ സംഘം ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഉദ്ഘാടനം നടന്നു. വൈക്കം പടിഞ്ഞാറേ നടയിൽ നടന്ന കോഫി ഹൗസിന്റെ ഉദ്ഘാടനം മുൻ MP സുരേഷ് കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ കോഫി ബോർഡ് തൊഴിലാളി സഹകരണ സംഘം ഇന്ത്യൻ കോഫി ഹൗസ് ഉദ്ഘാടനം വൈക്കത്ത് നടന്നു. വൈക്കം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയ്ക്ക് സമീപം നടന്ന ചടങ്ങിൽ മുൻ MP അഡ്വക്കേറ്റ് സുരേഷ് കുറുപ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മുൻ വൈക്കം MLA K അജിത്ത് അധ്യക്ഷനായി. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം സംസ്ഥാന പ്രസിഡന്റ് PK ഹരികുമാർ ഫോട്ടോ അനാച്ഛാദനം നടത്തി. ശബരിമല മുൻ മേൽശാന്തി മുരളീധരൻ നമ്പൂതിരി ആദ്യ വിൽപ്പനയും നരസിംഹ നായിക്ക് ഏറ്റുവാങ്ങലും നടത്തി. PD ഉണ്ണി, K അരുൺ, MP ബാബുരാജ്, PG ബിജുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. SS അനിൽകുമാർ സ്വാഗതവും G ഷിബു നന്ദിയും പറഞ്ഞു. ടൈനൂസ് വൈക്കം. ചേർത്തല കളവങ്കോടം കുട്ടത്തിവീട് കുടുംബക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും ചുറ്റമ്പല സമർപ്പണവും ഏപ്രിൽ 12 മുതൽ 18 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ ചേർത്തലയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കളവങ്കോടം
കുട്ടത്തിവീട് കുടുംബക്ഷേത്രം അതൊരു കുടുംബമായിരുന്നു പണ്ട്. ഒരു 900 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചിത്തുകാരൻ താമസിച്ചിരുന്ന വീടായിരുന്നു. അവിടെ ആ കുടുംബം അവരുടെ അറയിൽ 3 അമ്മിക്കല്ല് വെച്ചിട്ട് ആരാധിച്ചു പോകുന്നൊരു ഈ വീടിന് ചുറ്റും വലിയ കാടുകളായിരുന്നു. പണ്ട് അഴുവഞ്ചേരിയിൽ നിന്ന് 2 വനിതകൾ എളവട്ടത്ത് വന്നിട്ട് നാട് കാണാൻ വേണ്ടി ഇറങ്ങി 2 പേരും കൂടി കുട്ടത്തി വീട്ടിൽ വരികയും അതിൽ അവിടെ വീടിൻ്റെ വാതിക്കൽ കിടന്ന കുളം നല്ല ശുദ്ധമായ വെള്ളം കണ്ട് ഇറങ്ങി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെത്തുകാരൻ എന്തോ അനക്കം വെച്ച് അങ്ങനെ ഇത് അല്ല മറ്റ് ഇതൊരു ഈഴവരുടെ വീടാണെന്ന് മനസ്സിലാക്കി അങ്ങനെ തീണ്ടി അവിടെ ഇരുന്നു എന്നുള്ളതാണ് ചരിത്രം. ഏറെ പ്രശസ്തി ആർജിച്ച കളവങ്കോടം കുട്ടത്തിവീട് കുടുംബക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠയും ചുറ്റമ്പല സമർപ്പണവും 2024 ഏപ്രിൽ 12 മുതൽ 18 വരെയാണ് നടക്കുന്നത്. 12-ാം തീയതി, അതായത് നാളെ വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് നാരായണീയ പാരായണത്തോടു കൂടിയാണ് അത് സമാരംഭിക്കുന്നത്. വൈകുന്നേരം 6:45 ദീപാരാധനയ്ക്ക് ശേഷമാണ് ഭദ്രദീപ പ്രകാശം നടക്കുന്നത്. കുടുംബ അംഗം കൂടിയായ ഗീതാപ്രിയനാണ് ഭദ്രദീപ പ്രകാശനം നിർവഹിക്കുന്നത്. തുടർന്ന് ആചാര്യവരണമാണ്. ബ്രഹ്മശ്രീ വളമംഗലം ഉണ്ണികൃഷ്ണൻ തന്ത്രികളാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആചാര്യസ്ഥാനത്തുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ ആചാര്യദക്ഷിണയോടുകൂടി സ്വീകരിക്കുന്ന ചടങ്ങാണ്. തുടർന്ന് അദ്ദേഹം മഹാത്മ്യ പ്രഭാഷണം നടത്തും. 900-ൽ പരം വർഷം പഴക്കവും പാരമ്പര്യവുമുള്ളതാണ് കളവങ്കോടം കുട്ടത്തിവീട് കുടുംബക്ഷേത്രം. കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന കുടുംബക്ഷേത്രങ്ങളിൽ ഒട്ടും തന്നെ പുറകിലില്ലാത്ത സ്ഥാനം കളവങ്കോടം കുട്ടത്തിവീട് ക്ഷേത്രത്തിനുണ്ട്. പ്രസിദ്ധമായ ആഴ്വാഞ്ചേരി മനയുമായി അഭേദ്യമായ ബന്ധമുള്ള ക്ഷേത്രം കൂടിയാണ് ഇവിടം. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നടക്കുന്ന മുഴുവൻ ചടങ്ങുകൾക്കും ആഴ്വാഞ്ചേരി മനയിൽ നിന്ന് അനുവാദം വാങ്ങുന്ന ആചാരം ഇന്നും നിലനിന്നു വരുന്നു. കളവങ്കോടം ശക്തീശ്വരം ക്ഷേത്രത്തിലെ കണ്ണാടി പ്രതിഷ്ഠയ്ക്ക് ശേഷം ശ്രീനാരായണ ഗുരുദേവൻ കുട്ടത്തിവീട് കുടുംബക്ഷേത്രത്തിൽ വന്നിരുന്ന് വിശ്രമിച്ചെന്നും ചരിത്രം പറയുന്നു. ഏപ്രിൽ 12-ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരികളുടെ നേതൃത്വത്തിൽ ഗുരുപൂജ, പ്രസാദശുദ്ധി, രക്ഷോഘ്നഹോമം, വസ്തുഹോമം എന്നിവ നടക്കും. തുടർന്ന് പ്രതിഷ്ഠാദിനം വരെ ക്ഷേത്രവും പരിസരവും പ്രാർത്ഥനാ മന്ത്രങ്ങളാലും അനുബന്ധ പൂജകളാലും മുഖരിതമായിരിക്കും. പ്രതിഷ്ഠാദിനമായ 7-ാം ദിവസം ഏപ്രിൽ 18-ാം തീയതി ശിവഗിരി മഠം ശിവസ്വരൂപാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും. തുടർന്ന് രാവിലെ 10:55-നും 12:03-നും മധ്യയുള്ള മുഹൂർത്തത്തിൽ സുബ്രഹ്മണ്യ സ്വാമി പ്രതിഷ്ഠയും മറ്റ് ഉപദേവതാ പ്രതിഷ്ഠകളും നടക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് KP ബാസി, സെക്രട്ടറി കുമാരി ലാലി സരസ്വതി, ജനറൽ കൺവീനർ CV പ്രമോദ്, ചെയർമാൻ AP സന്തോഷ്, ജോയിന്റ് കൺവീനർ സജി കാരക്കുഴി എന്നിവർ ചേർത്തലയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർത്തല മാക്കേക്കടവിൽ വാഹനാപകടം. കാറുകൾ കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു. 5 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. തിരഞ്ഞെടുപ്പിന് 15 ദിനരാത്രങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ മത്സരയോട്ടത്തിലാണ് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥികൾ. ആരിഫും KC വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും മണ്ഡലത്തിൽ ഓടി നടന്ന പ്രചരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. വിഷുക്കാലത്തെ വരവേറ്റുകൊണ്ട് കരപ്പുറത്തെ പാടശേഖരങ്ങളിൽ കണിവളരികൾ വിളവെടുത്തു തുടങ്ങി. കരപ്പുറത്തെ ചൊരുമണലിൽ വിളവെടുത്തത് നിരവധി കണിവളരികൾ. BJPയുടെ ജനാധിപത്യ വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച് ഈ മാസം 12-ന് പ്രതിപക്ഷ പാർട്ടികളുടെ ബഹുജന പ്രക്ഷോഭങ്ങളും പൊതുസമ്മേളനവും ആലപ്പുഴയിൽ സംഘടിപ്പിക്കുമെന്ന് പാർട്ടി ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.